ആത്മപരിശോധനയ്ക്കും മനസ്സു തുറക്കാനുമുള്ള അവസാന എവിക്ഷൻ നേരിടുന്ന മത്സരാർത്ഥികൾ അവരോളം വലുപ്പമുള്ള ഒരു കണ്ണാടിയിൽ നോക്കി അവരുടെ പ്രതിബിംബത്തോട് സംസാരിച്ച് സ്വയം ആത്മപരിശോധന നടത്തുന്ന ഒരു ടാസ്ക് ആണ് നമ്മൾ കാണുന്നത്. അന്ന് കയറിയപ്പോ തന്നെ 9 നോമിനേഷൻ കിട്ടി. ജിൻഡോയുടെ വളർച്ച അത് അപ്രതീക്ഷിതമായിരുന്നു. തുടക്കത്തിൽ തന്നെ പുറത്താകുമെന്ന് പലരും വിചാരിച്ച മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ. പക്ഷേ തന്റെ തെറ്റുകൾ ഓരോന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ച് അത് ആവർത്തിക്കാതെ എതിരാളിയുടെ നേർക്ക് നേർ നിന്ന് കളിച്ചപ്പോൾ അവർ നിശബ്ദരായി പോയി. ഒരാള് പോലും ജിൻഡോന്റെ പേര് ഉച്ചരിച്ചില്ല. തുടക്കം തൊട്ടേ എല്ലാ എവിക്ഷനിലും ജിൻഡോയുടെ പേരുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ജിൻഡോ പുഷ്പം പോലെ സേവ് ആയി വന്നു. പറയാൻ കാരണങ്ങളില്ലാത്തതുകൊണ്ട് മത്സരാർത്ഥികൾ ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാതെ പോയ കഴിഞ്ഞ തവണത്തെ നോമിനേഷൻ ജിൻഡോയുടെ ജനപ്രീതിയാണ് കാണിക്കുന്നത്. അങ്ങേരെ നോമിനേറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അങ്ങേര് സേഫ് ആകും എന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് പറയിപ്പിച്ചത് ജിൻഡോയുടെ കഴിവ് തന്നെയാണ്. പാടില്ല എന്ന് വിചാരിച്ച് വന്നത്. കാര്യം ശ്രീതു ഗെയിമിലധികം കളിച്ചിട്ടില്ലെങ്കിലും മലയാളം നന്നായിട്ട് അറിയാത്തൊരു തമിഴ്നാട്ടുകാരി ഫിനാലയുടെ അടുത്തെത്തി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത്രയും ലെവലിൽ ഇരുന്ന ആള് ഇത്രയും ലെവലിലേക്ക് എത്തിക്കാൻ. ബിഗ് ബോസിന് മുൻപ് ജിൻഡോയെ കുറിച്ച് പ്രേക്ഷകർക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. എന്നാൽ 85 ദിവസങ്ങൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അതിശക്തരായിട്ടുള്ള ഫൈനലിസ്റ്റുകളിൽ ഒരാളായിട്ട് സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് ജിൻഡോ. കടക്കില്ല എന്ന് പറഞ്ഞു, നീ കടന്നു. ശ്രീതു തുടക്കത്തിലുള്ള പോലെ തന്നെയാണ് ഇപ്പോഴുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. നിലപാടുകൾ പയ്യെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്ദന തോറ്റ മത്സരത്തിൽ മലയാളം സംസാരിച്ച് പഠിച്ച് പറഞ്ഞ് കഴിവ് തെളിയിച്ചതൊക്കെ ശ്രീതുവിന്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ്. അവര് നെട്ടിക്കുന്ന പോലെ നീ ചെയ്യണം. പക്ഷേ ജാസ്മിനേക്കാളും നോറയെക്കാളും ശ്രീതുവിനേക്കാളും അർഹതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്സര. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ അപ്സരയുടെ അഭാവം പ്രകടമായി കാണാമായിരുന്നു. നല്ല മത്സരാർത്ഥികളെ പറഞ്ഞുവിടുന്ന കളി നിർത്തുകയാണെങ്കിൽ ഫിനാലെ കുറച്ചുകൂടെ രസമായിരുന്നേനെ.